Okay. Okay, welcome to all of you. Thank you, sir. Yes, all of you, I think all of you are prepared and ready. In the last class, നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? Yes or no questions ആയിരുന്നു. Yes or no questions. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, yes or no questions ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. നോക്കാം. ഇതുപോലെ തന്നെ yes or no questions adjectives ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയണത്, ഞാൻ മലയാളത്തില് ഇപ്പൊ കുറച്ച് നിങ്ങൾ ടെൻസുകളും കാര്യങ്ങളൊക്കെ ഒരു 2 പദങ്ങൾ തന്നിട്ട് ഒരു സബ്ജക്റ്റും ഒരു വെർബും തന്നിട്ട് നിങ്ങളോട് അതിനെ 8 ടെൻസിലും മാറ്റി എഴുതാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അതൊരു ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? അത് നിങ്ങൾ എല്ലാവരും ചെയ്തോ? പറയാം. സ്മിത. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് ചെയ്യേണ്ടതെങ്കിൽ, നിങ്ങൾ ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 8 ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് 2 പാരഗ്രാഫ് എഴുതാനാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ എങ്ങനെ എഴുതും? ഏത് ടെൻസ് ഉപയോഗിക്കും? ഏത് ടെൻസ് ഉപയോഗിച്ച് ഇപ്പൊ ഞാൻ മലയാളത്തിൽ വാക്യം നിങ്ങളോട് പറയാം. ആ വാക്യം നമ്മൾ 2 പാരഗ്രാഫ് റൈറ്റിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺവെർസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കോൺവെർസേഷൻ സ്കില്ലിലേക്കാണ് ഈ വരുന്നത്. അതിന് നിങ്ങൾ ഇപ്പൊ പഠിച്ച ആ 8 ടെൻസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പാരഗ്രാഫ് എഴുതുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്: റൈറ്റ് 2 പാരഗ്രാഫ്സ് ഓൺ യുവർ സ്കൂൾ using all the tenses, all the 8 tenses. 8 ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് 2 പാരഗ്രാഫ് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഇപ്പോ ഞാൻ മലയാളത്തിൽ നിങ്ങളോട് പറയണം, ഞാനിപ്പോ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാൻ പറയണം, ഞാൻ ഇപ്പോൾ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം വേഗത്തിൽ ഇംഗ്ലീഷിൽ പറയണം. ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Now I am studying in Don Bosco School. നൗ എന്ന് നിങ്ങൾ അവസാനം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ് ടൈം ഫ്രേസ് മിക്കവാറും അവസാനം, സെന്റൻസിന്റെ അവസാനമായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഐ ആം സ്റ്റഡിയിങ് ഇൻ ഡോൺ ബോസ്കോ സ്കൂൾ നൗ. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ നമ്മുടെ സംഭാഷണത്തില് നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഞാൻ പറയാണ്, ഞാൻ ഈ സ്കൂളിൽ ചേർന്നത് 5 വർഷം മുമ്പായിരുന്നു. ഞാൻ ഈ സ്കൂളിൽ ചേർന്നത്, സ്കൂളിൽ ചേരുക എന്നുള്ള ജോയിൻ എന്ന വാക്ക് I joined in the school. ഞാൻ 5 വർഷം ചേർന്നിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരുന്നു നിങ്ങൾ ഹാഡ് എന്ന് ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും? I had joined the school
5 When? years 5 ago. years ago. 5 years ago. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, അതായത് had പ്ലസ് join. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഈ പറയുന്നത്. സാർ അതൊന്ന് എഴുതിയെടുത്തോട്ടെ സാർ, ഒന്നും കൂടെ പറയൂ. ഓക്കെ, എഴുതിയെടുത്തോ. അല്ല, നിങ്ങള് ഇനി നമ്മള് കോൺവെർസേഷൻ മെത്തേഡിലേക്കാണ് വരുന്നത്. ഈ ടെൻസുകൾ, നിങ്ങൾ ഇതുവരെ പഠിച്ച ടെൻസുകളെല്ലാം നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകും. അതെങ്ങനെ നമ്മുടെ കോൺവെർസേഷനിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്കൂളിൽ ചേർന്നത് 5 വർഷം മുൻപായിരുന്നു. ഐ ഹാഡ് ജോയിൻ ദ സ്കൂൾ 5 years ago. അവിടെ നമ്മൾ ഉപയോഗിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അടുത്ത ഒരു സെന്റൻസ് പറയണം. എന്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ പറയാവുന്നതാണ്. 5 years മതി സർ. 5 years ago only. I had joined. സർ 5 years മാത്രം മതി. 5 years ago. മുൻപ് അർത്ഥം കിട്ടാൻ എന്ത് വേണം? എഗോ എന്ന് ചേർക്കാം. 5 വർഷം മുമ്പ് എന്ന് പറയാൻ 5 years ago. 6 വർഷം മുമ്പ് എന്ന് പറയാൻ 6 years ago. 20 years ago എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 20 വർഷത്തിന് മുൻപ്. അപ്പൊ പാരഗ്രാഫിലെ രണ്ടാമത്തെ വാക്യം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ വാക്യം ഞാൻ മലയാളത്തിലാണ് നിങ്ങളോട് പറയണത്. എല്ലാ ദിവസവും രാവിലെ ഞാൻ 8 മണിക്ക് സ്കൂളിലേക്ക് വരുന്നു. Every day I went to school. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ വരുന്നു. എല്ലാ ദിവസവും ഞാൻ 5 വർഷം മുമ്പ് അവിടെ ചേർന്നു. ഇപ്പോഴും ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും സ്കൂളില് 8 മണിക്ക്, രാവിലെ 8 മണിക്ക് വരുന്നു. നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ആ വാക്യം നിങ്ങൾ എങ്ങനെ പറയും? ഐ കം ടു സ്കൂൾ at 8 o'clock every morning. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചത് പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഈ വ്യാകരണ നിയമങ്ങൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. അത് എവിടെ, when and where, that can be applied. എവിടെ, എപ്പോൾ അത് ഉപയോഗിക്കാം, ആ ഉപയോഗത്തെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. ഇവിടെ പറഞ്ഞു സാറേ, ഒന്നുകൂടെ പറയാ സാറേ. ഏതാ എന്റെ ഇപ്പൊ പറഞ്ഞ ഏതാ? ഈ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് ആണോ? അതെ അതെ. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് സ്കൂളിലേക്ക് വരുന്നു. ഐ കം ടു സ്കൂൾ. ഐ കം, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഐ കം ടു സ്കൂൾ at 8 o'clock every morning. കണ്ടോ? അപ്പൊ അവിടെ നിങ്ങള് സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്നു. എന്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിന്റെ ഒരു പാരഗ്രാഫാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് 4-ന് സ്കൂളിൽ നിന്നും തിരിച്ചു പോകുന്നു. അതെല്ലാം ചെയ്യുന്ന കാര്യമാണോ? അവിടെയും നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ റിട്ടേൺ ഫ്രം സ്കൂൾ at 4 o'clock every evening. 4 o'clock every evening or in the evening. കണ്ടോ? അവിടെ നിങ്ങൾ ഉപയോഗിച്ചത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, അതുകൊണ്ടാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചത്. അത് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ പല ദൈനംദിന പ്രവർത്തികളെ കുറിച്ച് പറയേണ്ടത് വരും. അതെല്ലാം നിങ്ങൾ സിമ്പിൾ പ്രസന്റൻസിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കാം. ഞാൻ എൻ്റെ സ്കൂളിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു.
I like school. I I like my like school. my school My school. most. No. അപ്പൊ എന്റെ സ്കൂളിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒരു പാരഗ്രാഫാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ സ്കൂളിൽ വരുന്നതിന് മുൻപ് ഞാൻ പഠിച്ചിരുന്ന എന്റെ സ്കൂളിനെ കുറിച്ച് അടുത്തായിട്ട് പറയണം. മുൻപ് ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മുമ്പ് Before study. ബിഫോർ നിങ്ങൾ ആദ്യം ഉപയോഗിക്കരുത്. നിങ്ങൾ I English studied I in a government school. ഞാൻ പഠിച്ചു എന്നാണ്, ഞാൻ പഠിച്ചു കൊണ്ടിരുന്നത്. I have studied. I was studying. I was studying in a government school. മുൻപ് എന്നർത്ഥം കിട്ടാൻ before എന്ന് ചേർക്കുക. I was studying in a government school. I was studying. അവിടെ നിങ്ങൾ പഠിച്ച ആ ടെൻസ് ഉപയോഗപ്പെടുത്താം. I was studying in a government school before. മുൻപ് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വരുന്നതിന് മുൻപ് ഞാൻ തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണത്. അത് നിങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. Was or were plus ing. Okay. Next, എന്റെ അധ്യാപകർ മാത്തമാറ്റിക്സും സയൻസും നന്നായി പഠിപ്പിച്ചു. എന്റെ അധ്യാപകർ മൈ ടീച്ചേഴ്സ് പഠിപ്പിച്ചു. പാസ്റ്റ് ആണ്. studied. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ്. പഠിപ്പിക്കുക എന്നുള്ളതിനെ taught, T-A-U-G-H-T അല്ലെ. മൈ ടീച്ചേഴ്സ് taught Science maths and നന്നായി എന്നർത്ഥം കിട്ടാൻ well. well. മൈ ടീച്ചേഴ്സ് taught mathematics and science well. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സ്പെല്ലിംഗ് THUGHT ആണ്. എന്തോ തോട്ടിന്റെ സ്പെല്ലിംഗ് TAUGHT TA ആണ്. TA ഉണ്ടോ? അപ്പൊ എന്റെ കഴിഞ്ഞ കാലത്തെ ആ സ്കൂൾ ജീവിതത്തെ കുറിച്ചാണ് അടുത്ത പാരഗ്രാഫ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനി അടുത്തതായിട്ട് ഇതിൽ തന്നെ അടുത്തൊരു വാക്യമാണ്. അടുത്ത വർഷം ഞാൻ എന്റെ ടീച്ചേഴ്സിനെ കാണും. എന്നെ മുൻപ് പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണും അടുത്ത വർഷം. I will see. I will see എന്നതിനേക്കാൾ മനോഹരമായ വാക്ക് meet എന്നാണ്. I will meet my teachers Next year. next year. I will meet my teachers next year. അവിടെ നിങ്ങൾ ഉപയോഗിച്ചത് ഏത് ടെൻസ് ആണ്? Future. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അല്ല, നമ്മുടെ കോൺവെർസേഷനിൽ നമ്മൾ ഈ ടെൻസുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മലയാളത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെൻസിലാണത് പറയണമെന്ന് നമുക്കറിയില്ല. കാരണം മലയാളം നമ്മുടെ മദർ ടങ് ആയതുകൊണ്ടാണ്. പക്ഷെ മറ്റൊരു ഭാഷ പറയുമ്പോൾ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ ഈ ടെൻസുകൾ അറിഞ്ഞിരിക്കണം. അതാണ് നിങ്ങളിപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നോക്കാം, ഞാൻ അവരെ കുറിച്ച് ഭാവിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്റെ അധ്യാപകരെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കും. കൊണ്ടിരിക്കും എന്നർത്ഥം കിട്ടാൻ നിങ്ങൾ വിൽ ബി ഓർ ഷാൽ ബി എന്ന് ഉപയോഗിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എങ്ങനെ പറയും? I will think. Shall be thinking about them. About my teachers. I will be thinking about my teachers. അവിടെ ഏത് ടെൻസാ ഉപയോഗിച്ചത്? will be plus ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്.
കഴിഞ്ഞിട്ടല്ലേ സാറ് ബി ചേർക്കണ്ടേ? എന്തോ തിങ്കിങ് കഴിഞ്ഞിട്ടല്ലേ ബി ചേർക്കണ്ടേ? ആണോ? ഐ വിൽ ബി തിങ്കിങ് സെന്റൻസ് ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് എഴുതുമ്പോൾ ഐ സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം. ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെ പറയും? ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദം. അപ്പോ ഞാൻ അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെ പറയും? I will be talking ഐ വിൽ ബി ടോക്കിംഗ് ടു to her. അല്ലെങ്കിൽ ഐ വിൽ ബി സ്പീക്കിംഗ് ടു ഹർ. അല്ല, അതാണ് നിങ്ങൾ ആ സ്ട്രക്ചർ മനസ്സിലാക്കിയാണ് വേണ്ടത്. ഇപ്പൊ സഫിയ പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കും, അങ്ങനെ പറയും. Safia will be preparing പ്രിപ്പയർ അല്ല, വിൽ ബി കഴിഞ്ഞാൽ ING ഉപയോഗിക്കണം. സഫിയ വിൽ ബി പ്രിപ്പയറിംഗ് പായസം. അപ്പോ ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദം ഇൻ ദ ഫ്യൂച്ചർ. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ ഉപയോഗം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പക്ഷേ അത് നിങ്ങൾ മിക്കവാറും മറന്നു കാണും. അത് ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പാരഗ്രാഫ് റൈറ്റിംഗ്, ഇനി അടുത്തതായിട്ട് വരുന്നുണ്ട് ഡയലോഗ് പ്രസന്റേഷൻ. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം നിങ്ങളോട്. നോക്കാം. അടുത്തത് ഇപ്പോ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ ഞങ്ങളെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോ നടക്കുന്ന കാര്യമാണ് പറയണത്. ഇപ്പൊ നടക്കുന്നതല്ല, ഇപ്പൊ നടന്നു കഴിഞ്ഞ കാര്യം. ഞങ്ങളുടെ ടീച്ചേഴ്സ്, മൈ ടീച്ചേഴ്സ്, ദ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ദ ടീച്ചേഴ്സ് ഇൻ അവർ സ്കൂൾ have prepared, തയ്യാറെടുപ്പിച്ചു for our exam. അവിടെ നമ്മൾ ഉപയോഗിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. have or has plus past participle. കഴിഞ്ഞ മാസം ഏത് ടെൻസാ സാറേ അവിടെ വന്നേ? ഏതാ? ഏത് ടെൻസാ ഇവിടെ ഉപയോഗിച്ചേ? ഇതാ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അടുത്ത മലയാളത്തിൽ ഒരു വാക്യം നിങ്ങളോട് പറയാം. അത് ആ വാക്യം കേട്ടിട്ട് നിങ്ങൾ ഏത് ടെൻസ് ഉപയോഗിക്കണം എന്ന് നിങ്ങൾ പറയണം. കഴിഞ്ഞ മാസം ഞങ്ങളുടെ പരീക്ഷ തീർന്നു അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തു. എങ്ങനെ പറയും? ഒരു മിനിറ്റ്, ഒരു ശബ്ദം. ഓക്കെ, ശബ്ദം തന്നെ. അപ്പൊ നമ്മളെങ്ങനെ പറയാം? Our lessons finished by last month. No? Our lessons finished. No, ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ഞങ്ങളുടെ പരീക്ഷ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ മാസം ഞങ്ങളുടെ പരീക്ഷ തീർന്നു എന്നാണ്. അപ്പൊ നമ്മള് സബ്ജക്ട് ബി അല്ലേ? ഉപയോഗിക്കാം, അല്ലെങ്കിൽ വി ഹാഡ് ഫിനിഷ്ഡ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വി ഹാഡ് ഫിനിഷ്ഡ് എക്സാം ലാസ്റ്റ് മന്ത്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം, ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. നോക്കൂ, നല്ല മാർക്കോടെ ഞാൻ പരീക്ഷകൾ പാസ്സായി കഴിഞ്ഞു. I have passed in all the exam. I have passed. പാസ്സായിട്ടുണ്ട് എന്നല്ല പറയേണ്ടത്, ഞാൻ പാസ്സായി. I passed the exam നല്ല മാർക്കോടെ with high marks. അവിടെ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്.
അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ജീവിതത്തെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചോ, ഒരു മാസമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുപോലെ 2 പാരഗ്രാഫ് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 8 ടെൻസുകളും ഉപയോഗിച്ചിട്ട് ആ പാരഗ്രാഫ് എഴുതണം. അതാണ് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞ സംഭവം. മലയാളത്തിൽ ആലോചിക്കുക, ടെൻസുകളെ കുറിച്ചൊരു ഓർമ്മയുണ്ടായിരിക്കണം. ഇപ്പോ ഈ 8 ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് പറയണ ഫ്രെയിം എ ഡയലോഗ് ഓൺ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് നമ്മളൊരു ഡയലോഗ് പ്രസന്റേഷൻ ആണ് അടുത്തായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, അതേത് ടെൻസ് ഉപയോഗിക്കണം നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഒരു ഗവൺമെന്റ് സ്കൂളിലാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം പറയാമോ? അത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തി പറയാം. Are you studying in a government school now? Are you Studying. studying? Are you studying in a government school? Are you studying? Present. STUDYING. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. So, are you studying in a government school? ഞാൻ നിങ്ങളോട് ചോദിക്കണം, എൻ്റെ ഒരു ചോദ്യമാണോ സഫിയ? Are you studying in a government school? Yes, I am studying in a government Yes, school. I am studying in a government school. സ്മിത, നോ ആണെങ്കിലോ? No, I am studying in government school. No, I am not studying. Not study. No, I am not studying in a government school. ഉണ്ടോ? അപ്പൊ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാൻ ഇവിടെ നമ്മള് R+ING ഫോം, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചത് അല്ലേ? ഇപ്പോ സ്മിത ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനൊരു ഡയലോഗാണ് ചോദിക്കുന്നത്. സ്മിത ഇപ്പോൾ Smita is Smita studying in സ്മിത എന്ന് പറയരുതല്ലോ. Smita is സ്മിത ഇപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ക്വസ്റ്റ്യൻ ആണ്. Yes. സ്മിത സിംഗിൾ ആണ്. Is സ്മിത If you study studying English grammar now? grammar now. No. അപ്പൊ ഷീബ ഇപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? is Sheba Shiva, അല്ല, ചോദ്യമാണ്. ഡയലോഗ് Shiva, if you ശ്രദ്ധിക്കുക. listening, അവിടെ ആരോ ശബ്ദിക്കുന്നുണ്ടല്ലോ. unnecessary sound is coming from your side. നോക്കാം. അപ്പൊ ഷീബ ഇപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? കൊണ്ടിരിക്കുകയാണോ? ചോദ്യമാണോ ഉപയോഗിക്കേണ്ടത്? അപ്പോ is Shiva is listening to listening the grammar class. class. അപ്പൊ ഞാൻ ഇവിടെ പറയണത് എന്താന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് ആൻസർ നിങ്ങൾ ഇങ്ങോട്ട് പറയണം. അതല്ലേ ഡയലോഗ്? അതായത് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു. നിങ്ങൾക്കും ചോദിക്കാം, ഞാൻ പറയാം. നോക്കാം. നെക്സ്റ്റ്, where are you studying now? നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെയും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. വേർ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കണം എങ്ങനെയെന്ന് പറഞ്ഞു തന്നു. അപ്പൊ where are you studying now? നിങ്ങൾ ഇപ്പോ എവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്?
അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞിട്ട് അതിന് ആൻസർ പറയാമോ? ഷിനു. I am studying in government school now. Yes, I am studying in government school now. നെക്സ്റ്റ്, അപ്പൊ ഇത് ഇവിടെ രണ്ടിടത്തും നമ്മള് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. അടുത്ത ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ മുമ്പ് എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ മുൻപ് എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? അപ്പോ ആദ്യം ഒരു ചോദ്യമാണത്. എവിടെ എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് വേർ. നിങ്ങൾ Where did you study Where did before? you study? Before ഒന്നുകൂടി പറയണം. Where did you study? studying അത് നിങ്ങൾ മുൻപ് എവിടെ പഠിച്ചു എന്നാണ്. പഠിച്ചു കൊണ്ടിരുന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ മുൻപ് എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ സാധാരണ ചോദിച്ചാൽ where 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 have where you were you studying before? you studying before? No. Saranya, where were you studying before? I am studying. I am അല്ല, I was studying. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. I was studying. Studying Wayanad, St. Mary's School. I was studying in St. Mary's School, Wayanad. അതെ. വയനാട്ടിലെവിടെയാണ് സ്ഥലം? ഒരു Wayanad Manavadi, sir. മാനന്തവാടി. കൊള്ളാം. കാട്ടാനകളും മറ്റൊക്കെ ധാരാളം ഉണ്ടാവല്ലേ? ഉണ്ട് sir. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ അടുത്തതായി നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു ഡയലോഗാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഡിഡ് യു കംപ്ലീറ്റ് യുവർ എക്സാം? Yes, I did. യെസ്, ഐ കംപ്ലീറ്റഡ് മൈ എക്സാം. അല്ലെങ്കിൽ യെസ് ഐ ഡിഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾ ഇവിടെ ഞാൻ ചോദിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെ? ഓർക്കണം നിങ്ങൾ. ഡിഡ് യു കംപ്ലീറ്റ് യുവർ എക്സാം? നിങ്ങളുടെ പരീക്ഷ മുഴുവൻ കഴിഞ്ഞോ? യെസ് ഐ ഡിഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ കംപ്ലീറ്റഡ് മൈ എക്സാം. നെക്സ്റ്റ് അടുത്ത ഒരു ഡയലോഗാണ്. ഈ 8 ടെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നോക്കാം അടുത്തത്. ഞാൻ വാക്യം പറയാം, നിങ്ങൾ അത് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികള് ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? നിങ്ങളുടെ സ്കൂളില് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? പെട്ടെന്ന് കളിക്കാറുണ്ടോ? പതിവായിട്ട് അവർ ചെയ്യാറുണ്ടോ? The students ഡു അല്ലേ? നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഡു ഓർ ഡസ് എന്ന ചോദ്യം ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം? ആദ്യം ഡു ഓർ ഡസ്. ഡു എന്ന് ഉപയോഗിക്കുന്നത് അതിന് ശേഷം വരുന്ന സബ്ജക്ട് പ്ലൂറലായിരിക്കുമ്പോഴാണ്. ഉണ്ടോ? നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ. does. അപ്പോൾ ഡസ് ഉപയോഗിക്കാമോ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഡു എന്ന് ഉപയോഗിക്കണം. ഡു ദ സ്റ്റുഡൻസ് Playing cricket in your do the students play cricket in your school? ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട്. Do the students play cricket in your school? Yes, they do. Yes, they do. അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ പറയണമെങ്കിൽ yes, they play cricket in our school. അവർ കളിക്കാറില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? No, they don't. They don't play cricket in our play hockey in our school. നമ്മൾ ഡയലോഗാണ് ഇപ്പൊ 12 ടെൻസ് ഉപയോഗിച്ച് 8 ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ
യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഏതെങ്കിലും 2 പാരഗ്രാഫ് അതുപോലെ ഒരു ഡയലോഗ് ഇങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തില് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇപ്പോ അടുത്തായിട്ട് ചോദിക്കുകയാണ്, സ്കൂൾ ജീവിതത്തെ കുറിച്ചാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ എക്സാം പാസ്സാവുമോ? നിങ്ങൾ എക്സാം പാസ്സാവുമോ? മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഡിഡ് വരൂ സാറേ. ഡിഡ് യു പാസ് ദ എക്സാം? നോ നോ, ഡിഡ് പാസ്സാവുമോ? പാസ്സായിട്ടില്ല, വരാനിരിക്കുന്ന കാര്യമാണോ? എങ്ങനെ പറയും? Will you Will you pass the exam? Pass the exam. Will you pass the exam? വരാനിരിക്കുന്ന കാര്യങ്ങൾ ചോദ്യരൂപത്തിലാക്കുമ്പോ നിങ്ങൾ ആദ്യം will എന്ന് ഉപയോഗിക്കാം. ഉണ്ടോ? ഇപ്പൊ ശരണ്യ വയനാട്ടിലേക്ക് പോകുമോ? Will you Will you go? Will you go to Wayanad? Will you go to വയനാട്? അല്ലേ? അപ്പൊ നിങ്ങൾ പരീക്ഷ പാസ്സാവുമോ? Will you pass the exam? Yes, I will Yes, pass. I passed that. I will എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ I will pass the exam. No. അപ്പോ നിങ്ങൾ സ്കൂളിൽ നിന്ന് വയനാട്ടിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ നിന്ന് വയനാട്ടിൽ പോയിട്ടുണ്ടോ? നമ്മൾ ചോദിക്കാറുണ്ട്, സ്കൂളിൽ നിന്ന് നിങ്ങൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഉണ്ട് എന്നർത്ഥം കിട്ടാൻ ഹാവ് എന്ന് ഉപയോഗിക്കണം, അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കും? ഹാവ് യു ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. Have gone. Gone. Have you gone to വയനാട്? നിങ്ങൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. എവിടെ നിന്ന്? From your school. From your school. School. Have you gone to വയനാട് from your school? അല്ലേ? നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വിനോദയാത്രയൊക്കെ പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾ ഹാവ് ഓർ ഹാസ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ വയനാട്ടിലേക്ക് വയനാട്ടിലേക്ക് സ്കൂളിൽ നിന്ന് വയനാട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന ചോദ്യം ഇങ്ങനെയാണ്: ഹാവ് യു ഗോൺ ടു വയനാട് ഫ്രം യുവർ സ്കൂൾ? പക്ഷെ ഞാൻ ഒരു ചോദ്യം സ്മിതയോട് ചോദിക്കുകയാണ്. സ്മിത സ്കൂളിൽ നിന്ന് വയനാട്ടിലേക്ക് പോയിട്ടുണ്ടോ? സ്മിത സ്കൂളിൽ നിന്ന് വയനാട്ടിലേക്ക് പോയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കുക ചോദ്യം? ഉണ്ടോ എന്നർത്ഥം കിട്ടാൻ 2 വാക്കുകൾ ഉപയോഗിക്കാം. അതല്ലേ? സ്മിത ഒരാളുള്ളൂ, അപ്പൊ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? ഹാസ്. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? ഞാൻ ആ ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഹാസ് സ്മിത Has Smita gone to school to Wayanad? ഹാസ് സ്മിത Gone to Wayanad ഫ്രം യുവർ സ്കൂൾ? from school. No. അപ്പൊ ഹാവ് ഹാസ് ഉപയോഗിക്കുന്നത് കൂടി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അത് ഓക്സിലിയറീസ്, ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാവും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന ആ വർക്ക് നിങ്ങൾ ചെയ്ത എല്ലാവരും അത് വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്തു എന്നറിയാനുള്ള ഒരു മാർഗം നമുക്കില്ല, അതുകൊണ്ടാണ്. സഫിയ ചെയ്തോ? പകുതി ചെയ്തു. ഓക്കെ, നോക്കാം. ഞാനങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. ഹാവ് യു ഗോൺ ടു വയനാട് ഫ്രം യുവർ സ്കൂൾ എന്ന് ചോദിച്ചാൽ നോ. Yes. അതിന്റെ ആൻസർ എങ്ങനെ പറയും? നോ ഐ ഹാവ്. നോ ഐ haven't gone. ഐ ഹാവിന്റ് എന്ന് പറഞ്ഞാലും മാത്രം മതി. ഐ ഹാവിൻ ഗോൺ ടു വയനാട് ഫ്രം മൈ സ്കൂൾ, അല്ലേ? അപ്പോ നെക്സ്റ്റ്, അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹാവ് ആണ് ഉപയോഗിച്ചത്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്.
ഇത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലും നമുക്ക് യോജിക്കാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ? ആട് അപ്പൊ നമ്മൾ ഹാഡ് ഉപയോഗിക്കാം. ഹാഡ് യു ഗോൺ ടു വയനാട് ആട് ഫ്രം അവർ സ്കൂൾ. ഫ്രം എവർ സ്കൂൾ. അത് പല രീതിയിലും നമുക്ക് പറയാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ ആ സമയത്ത് എന്നർത്ഥം കിട്ടാൻ when you were studying in school. അപ്പോ had you gone to Wayanad when you were studying in school? നമ്മുടെ സംഭാഷണത്തിന്റെ കുറച്ചുകൂടി സെന്റൻസുകളുടെ ലെങ്ത് വർദ്ധിപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. അതിന് കുറച്ചുകൂടി സമയമെടുക്കും. ഇവിടെ had you gone to Wayanad when you were studying in school, Smita? You give me the answer. No, I had. I hadn't. No, I hadn't gone to Wayanad. അത്രയും പറഞ്ഞാൽ മതി. ഇത് വാക്യങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞ് പരിശീലിക്കണം. ഇതാണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ്. പണ്ട് കാലത്ത് പറഞ്ഞ പോലത്തെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതിന് ഈ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം കുറെ. അപ്പോ നാളെ മുതൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുവോ? നാളെ മുതൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുവോ? കൊണ്ടിരിക്കുവോ? വിൽ ബി എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലേ? You will be prepared for the. You will be. ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്തുണ്ടായിരിക്കണം? Will you? Will you be preparing for your exam? Tomorrow onwards. നാളെ മുതൽ എന്ന് പറയാൻ നമുക്ക് ഫ്രം ടുമാറോ എന്ന് പറഞ്ഞാൽ മതി. ഫ്രം ടുമാറോ. യെസ് ശരണ്യ, will you be preparing for your exam from tomorrow? Yes. You give me the answer. Yes. Yes. I will be preparing. I will be preparing. Yes, I will be preparing. ഉണ്ടോ? ഇവിടെ ഇപ്പൊ നമ്മള് 2 ടാസ്ക് ആണ് നമ്മൾ ചെയ്തത്. ഒന്ന്, ഈ 8 ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് 2 പാരഗ്രാഫ് എഴുതി. പിന്നെ we have already framed a dialogue on our school using all these tenses. ഇത്രയും ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ക്ലിയർ ചെയ്ത് തന്നെ പോണം. ഈ വർക്കായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പൊ ഈ മലയാളത്തില് കൊണ്ടിരിക്കുമോ ഉണ്ടോ എന്നുള്ളത് ഏത് ടെൻസാന്ന് നമുക്ക് മനസ്സിലാവണില്ല. കൊണ്ടിരിക്കും. മലയാളത്തില് കൊണ്ടിരിക്കുമോ, ചെയ്തിട്ടുണ്ടോ, അങ്ങനെ രണ്ടും. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തു കഴിഞ്ഞോ? ഏതാനും സമയത്തിന് മുമ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോ? നമുക്ക് സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ ചോദിക്കണം, have you prepared for the exam? Have you prepared for the exam, Safia? Yes, I have prepared. Yes, I have prepared. I have prepared. Look, will you be preparing for the exam from tomorrow, Smita? Will you be preparing for the exam? നാളെ മുതൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമോ എന്നാണ് ചോദ്യം. No, I will. Yes, will you be preparing for the exam from tomorrow onwards? I will be prepared. I will be I will be preparing. Prepared എന്ന് പറയരുത്.
ഐ വിൽ ബി പ്രിപ്പയറിങ്. ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടിരിക്കും എന്നൊരു അർത്ഥമാണ് അതിന് കിട്ടുന്നത്. അപ്പൊ അതാണ് ഈ 8 ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡയലോഗ്. നിങ്ങൾ തയ്യാറായോ എന്ന് ചോദിച്ചാൽ ഏത് ടെൻസാ സർ? തയ്യാറെടുത്തിരുന്നു എന്ന് പറയുമ്പോ തയ്യാറായോ എന്ന് ചോദിച്ചാല് പാസ്റ്റ് നിങ്ങൾ ടെൻസ് ആണോ? നിങ്ങൾ തയ്യാറായോ? ഇത് പാസ്റ്റ് ടെൻസാ? നിങ്ങൾ തയ്യാറായോ എന്ന് പറഞ്ഞാൽ അല്ല. അത് നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. നിങ്ങൾ തയ്യാറായോ എന്ന് പറഞ്ഞാൽ ആർ യു പ്രിപ്പയർഡ്. ആർ യു പ്രിപ്പയർഡ് അവിടെ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കട്ടെ, നോക്കാം. അപ്പൊ നിങ്ങൾ തയ്യാറായോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആർ യു റെഡി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആർ യു പ്രിപ്പയർഡ്. അപ്പൊ നിങ്ങൾ സത്യസന്ധനാണോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? ആർ യു ഹോണസ്റ്റ്? വെരി ഗുഡ്. കണ്ടോ, അവിടെ ആർ പ്ലസ് സബ്ജക്ട്, പിന്നെ ഉപയോഗിച്ചത് ഓണസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് ആണ്. നിങ്ങൾ സത്യസന്ധനാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ആർ യു അത് ഓണസ്റ്റ്? പ്രസന്റ് ടെൻസ് ആണോ വരെ സർ? അതെ, പ്രസന്റ് അതെ, ടെൻസ് അത് ആണോ? പ്രസന്റ് ഡിഫക്റ്റ് ആണ് അതിനുള്ളത്. നിങ്ങൾ തയ്യാറാണോ? അപ്പൊ ഋഷിക്ക് തയ്യാറെടുത്തു എന്ന് പറഞ്ഞ ഇപ്പൊ എങ്ങനെയാ സാറ് പറയണേ? തയ്യാറെടുത്തു. എടുത്തു. പാസ്റ്റ് ടെൻസ് അല്ലേ? അത് എടുത്തു കഴിഞ്ഞതാണ് പറയണത്. നമ്മള് ഒരു ആൻസർ പറയുമ്പോഴാണ് പാസ്റ്റ് ടെൻസിനും പ്രസന്റ് ടെൻസിനും പ്രാധാന്യം കൈവരുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധനാണോ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അതിന് ആൻസർ പറഞ്ഞത് ആർ യു ഓണസ്റ്റ്. യെസ് ഐ ആം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മലയാളത്തിലാണ് ചോദിക്കുന്നത്. നിങ്ങൾ കുട്ടിക്കാലത്ത് സത്യസന്ധയായിരുന്നു, അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. കുട്ടിക്കാലത്ത് നിങ്ങൾ സത്യസന്ധയായിരുന്നു, അത് നമ്മൾ എങ്ങനെ ചോദിക്കും? Were you honest? Were you honest? പാസ്റ്റ് ടെൻസിൽ വന്നു. പാസ്റ്റ് ടെൻസ് ആയി. പാസ്റ്റ് ടെൻസില് ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ആ പാസ്റ്റ് ടെൻസിൽ തന്നെ നിങ്ങൾ ആൻസർ പറയണം. അപ്പൊ ആർ യു ഓണസ്റ്റ് എന്നുള്ളതിന് നമുക്ക് പറയാം യെസ് ഐ ആം ഓണസ്റ്റ്, അല്ലെങ്കിൽ നോ എന്നാണ് നോ ഐ ആം നോട്ട് ഓണസ്റ്റ്. വേർ യു ഓണസ്റ്റ്? നിങ്ങൾ സത്യസന്ധയായിരുന്നോ? Yes, I was. I was. No, I wasn't. No. വാസും വേറെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മളിങ്ങനെ വാസ് ഓർ വർ, അല്ലെങ്കിൽ വാസ് ഓർ വർ, പിന്നെ ഒരു സബ്ജക്ട്, പിന്നെ ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇത് നമ്മൾ ഡയലോഗ് പ്രസന്റേഷനില് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ വ്യാകരണ നിയമങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. കൂടാതെ ഈ ഡയലോഗ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്ഥിരം ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാലേ നമുക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കാം. ഇനി അടുത്തത് നോക്കാം. ഈ നമ്മൾ നേരത്തെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, നമുക്ക് അതിലേക്ക് കിടക്കാം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണത്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഓക്സിലിയറി വെർബ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉപയോഗ ശൈലിയിൽ
സാധാരണ ആളുകൾക്ക് ഉണ്ടാകാറുള്ള കൺഫ്യൂഷനെ കുറിച്ചാണ് നമ്മളിവിടെ നിങ്ങൾക്ക് പറ്റാവുന്നത്രയും ലളിതമായ ശൈലിയിൽ നമുക്ക് പറയാം. ഇപ്പോ നോക്കൂ, നൗൺ സെന്റൻസ്. നൗൺ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിന് ശേഷം ഒരു നൗൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. ആ വാക്യം നിങ്ങൾ നോക്കിയേ, മൈ മദർ ഈസ് എ ഹൗസ് വൈഫ്. എന്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. നമുക്ക് അതിന്റെ മീനിങ് എല്ലാം അറിയാവുന്നതാണ്. ഇത് നമ്മള് നിങ്ങളുടെ അമ്മ ഹൗസ് വൈഫ് ആണോ, നിങ്ങൾ ഏത് ഓക്സിലിയർ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാം? യെസ് ഉണ്ടോ? ആ ഓക്സിലിയറിലെ ചില ആൾക്കാർ ആർന്ന് പറയും. യെസ്, യുവർ മദർ എ ഹൗസ് വൈഫ്. ഇത് നൗൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നൗൺസ് ഉപയോഗിക്കുമ്പോൾ ഓക്സിലിയറിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുപോലെ ING സെന്റൻസസ് ഉണ്ട്, ING ഫോംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യങ്ങളുണ്ട്. ഇപ്പോ ഞാൻ പറയാം, മൈ സിസ്റ്റർ ഇസ് വർക്കിംഗ് എബ്രോഡ് നൗ. മൈ സിസ്റ്റർ ഇസ് വർക്കിംഗ് എബ്രോഡ് നൗ. എന്റെ സഹോദരി ഇപ്പോ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ്. അപ്പോ നിങ്ങളുടെ സഹോദരി ഇപ്പോ വിദേശത്ത് ജോലി ചെയ്തു വരികയാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ? നിങ്ങൾ ഏത് ഓക്സിലിയർ ഉപയോഗിക്കും? Is your sister working abroad now? Yes, is your sister. അതോ ആ കൺഫ്യൂഷൻ മാറാൻ ഞാൻ നൗൺ സെന്റൻസ്, ING ഉപയോഗിക്കുന്ന സെന്റൻസ്, ഇനി അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്ന സെന്റൻസ് ഉണ്ട്. His sister-in-law is jovial by nature. His sister-in-law is jovial by nature. Sister-in-law എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നമുക്ക്. ഭാര്യയുടെയോ ഭർത്താവിന്റെയോ സഹോദരിയെയാണ് നമ്മൾ എന്ത് പറയണത്? sister-in-law. His sister-in-law is jovial. നല്ലൊരു പദമാണ്. jovial means gay അല്ലെങ്കിൽ merry അല്ലെങ്കിൽ ഹിലാറിയസ്, ഉല്ലാസഭരിതമായ, എപ്പോഴും ആഹ്ലാദിച്ച് നടക്കുന്ന എന്നാണ് ആ വാക്കിന്റെ. അപ്പോ his sister-in-law is jovial by nature. jovial എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് വെർബിന് ശേഷം അഡ്ജക്റ്റീവ് ആണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. is jovial. is കഴിഞ്ഞിട്ട് അപ്പൊ അഡ്ജക്റ്റീവ് സെന്റൻസ് എന്നാണ് അതിന് പറയണത്. അപ്പൊ അവളുടെ സിസ്റ്റർ-ഇൻ-ലോ അല്ലെങ്കിൽ അവന്റെ സിസ്റ്റർ-ഇൻ-ലോ സ്വാഭാവികമായി ജോവിയലാണ്. എപ്പോഴും നിങ്ങൾ ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരുവളാണ്. അത് നിങ്ങൾ എങ്ങനെ ചോദ്യരൂപത്തിലാക്കും? ഏത് ഓക്സിലിയർ ഉപയോഗിക്കും? sister-in-law. Jovial by nature. Jovial by nature. അതുപോലെ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു തരം സെന്റൻസ് ആണ് THERE. there എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടില്ലേ? അതിലിവിടെ പഠന സൗകര്യത്തിനായിട്ട് നമ്മളോട് there സെന്റൻസ് എന്നാണ് പറയുന്നത്. അതായത് there ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകളാണ് ഈ പറയുന്നത്. അപ്പൊ there എവിടെ ഉപയോഗിക്കും എന്ന് വ്യാകരണ ദൃഷ്ട്യാ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് നിങ്ങളോട് പറഞ്ഞിട്ടാവാം. അപ്പൊ there എന്ന് പറഞ്ഞാൽ അതിനെ ഇൻട്രൊഡക്ടറി there എന്നാണ് പറയുന്നത്. അതായത് ഒരു വാക്യം നമുക്ക് സാധാരണഗതിയിൽ there എന്ന ആ പദം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാൻ പറയാം നിങ്ങളോട്, ആ റൂമിൽ 2 പേരുണ്ട്. ആ വാക്യം നമ്മൾ ഒരു എക്സിസ്റ്റൻസിനെ കാണിക്കുന്ന ആ വാക്യം നമ്മൾ 2 രീതിയിൽ നമുക്ക് പറയാം. There are 2 people in the room.
ഉണ്ടോ? ഇത് നമുക്ക് ദിസ് മേ ഓൾസോ ബി റിട്ടൺ ലൈക്ക് ദിസ്. ഈ സെന്റൻസിനെ നമുക്ക് ഇങ്ങനെയും പറയാം, 2 people are there in the room. ഇങ്ങനെ 2 രീതിയിലും പറയാം. പക്ഷേ നോർമലി ദ ഫസ്റ്റ് വൺ ഇസ് പ്രിഫേർഡ്. ആദ്യത്തേതാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ 2 വാക്യത്തിലെയും സബ്ജക്ട് 2 people എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു സ്ട്രക്ചർ തന്നെ ഇംഗ്ലീഷിലുണ്ട്. ആ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങളൊന്ന് അറിയില്ലെങ്കിൽ ഇവിടെ എഴുതി വെക്കുക. വളരെ നല്ല ഗുണകരമായ ഒന്നാണത്. എന്താ? THERE പ്ലസ് verb TERB പ്ലസ് അതിനുശേഷമാണ് സബ്ജക്ട് എഴുതുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കണം. പെരിയാർ നദിക്ക് മുകളിലൂടെ ഒരു പാലമുണ്ട്. പെരിയാർ നദിക്ക് മുകളിലൂടെ ഒരു പാലമുണ്ട്. ഈ ആശയം ഇംഗ്ലീഷിൽ നമ്മളെങ്ങനെ പറയും? There is a bridge over Periyar. Over the river Periyar. Or there is a bridge over the Periyar. പെരിയാർ എന്ന ഒരു നദിയാണ്. നദികളുടെ പേരിന് മുന്നിൽ നിങ്ങൾ ദ എന്ന് ഉപയോഗിക്കണം. ദ ഗംഗാസ്, ദ പെരിയാർ. So there is a bridge over the Periyar. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഷീബയുടെ വീടിന്റെ മുന്നിൽ ഒരു പുഴയുണ്ട്. ഇതും നമ്മൾ there ഉപയോഗിച്ചാണ് നല്ല ഇംഗ്ലീഷിൽ പറയണത്. എങ്ങനെ പറയും? There is a river in front of Sheba's. In front of Sheba's house. No. നോക്കാം, കഴിഞ്ഞ വർഷം ആക്സിഡൻസ് വളരെ കുറവായിരുന്നു. കഴിഞ്ഞ വർഷം ആക്സിഡൻസ്, അപകടങ്ങൾ വളരെ കുറവായിരുന്നു. ഇവിടെ നിങ്ങൾ എന്താ ഉപയോഗിക്കേണ്ട? ആയിരുന്നു എന്ന ആക്സിഡൻസ് എന്ന് പറഞ്ഞ പ്ലൂറലിലെ സബ്ജക്ട് ഫ്യൂ ആക്സിഡൻസ് പ്ലൂറലാണ്. അപ്പൊ നിങ്ങൾ very few accidents last year. കണ്ടോ? അപ്പോ അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കണം. എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കണം must be എന്ന പ്രയോഗം. There must be some reasons behind it. Or behind it or for it. കണ്ടോ? അപ്പോ ഇത് ധൈര്യന്റെ ഒരു ഉപയോഗമാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഇറ്റ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് 4 തരത്തിലുള്ള സെന്റൻസ് ആണ് ഇപ്പൊ നിങ്ങളോട് പറയണത്. ദർ സെന്റൻസ് എന്ന് പറഞ്ഞ സെന്റൻസ് ഇപ്പൊ പറഞ്ഞില്ലേ, അവന്റെ വീട്ടിലൊരു റേഡിയോ ഉണ്ട്. എങ്ങനെ പറയും? There is a radio in his house. അപ്പൊ അത് ചോദ്യമാക്കുമ്പോ നിങ്ങൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? Is there a radio? Is there a radio? Is there a radio in his house? അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോഴും അതിന് ആൻസർ പറയുമ്പോഴും നമ്മുടെ ആക്സെന്റിൽ ഒരു വ്യത്യാസം വരുത്തണം. അത് നമുക്ക് പിന്നീട് പറയാം. അത് നിങ്ങൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം. ഇതുപോലെ തന്നെ നമുക്ക്
ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളോട്. മൈ മദർ വാസ് എ ഹൗസ് വൈഫ് ബിഫോർ. ഞാൻ നിങ്ങളോട് പറയാണ്, മൈ മദർ വാസ് എ ഹൗസ് വൈഫ് ബിഫോർ. Was your mother? Was your mother? എന്നോട് ചോദിക്കണം. Was your mother a wife before? അല്ലേ? Hmm. നോക്കാം. My sister was working abroad last year. Was your sister Was your sister working abroad? Was your sister working abroad last year? Adjective sentence പോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ അതേ വാക്യം തന്നെ. His sister-in-law was jovial before. Was your sister-in-law jovial before? Was your sister-in-law jovial before? No. അതുപോലെ there was a radio in his house 2 years ago. There was a radio in his house 2 years ago. Was there a radio in your house 2 years before? Was there a radio in his house 2 years before? അതുപോലെ noun sentence, ing sentence, adjective sentence, their sentence. അത് എളുപ്പത്തിൽ പറയാനുണ്ടോ? അതിനങ്ങനെ ഒരു ഡിനോമിനേഷൻ ഒന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കണം. My neighbors are farmers. Are your neighbors Are your neighbors? Yes, are your neighbors farmers? Le. My sisters are working abroad now. Are your sisters are working abroad now? പിന്നെ ആർന്ന് പറയരുത്. Are your sisters working abroad now? Le. No, his friends are jovial by nature. His friends are jovial by nature. നിങ്ങൾ ചോദിക്കും. Are his friends jovial by nature? Are his friends jovial by nature? Le. There are 35 teachers in our school. How many teachers there in your school? How many എന്ന അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ there are 35 ചോദിക്കാൻ അവസരമുണ്ട്, പറയാൻ പിന്നീട്. There are 35 teachers in our school. നമ്മുടെ Are there 35 teachers in your school? In your school. നിങ്ങളുടെ സ്കൂളിൽ 35 ടീച്ചേഴ്സ് ഉണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാനാണ് how many. How many കഴിഞ്ഞാൽ സബ്ജക്ട് പിന്നെ verb, അതിനുശേഷം verb ഉപയോഗിക്കാം. How many teachers are there in your school? How many cows are in your house? No. അല്ലെങ്കിൽ how many chairs are there in your room? മനസ്സിലായില്ലേ? ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോ my neighbors were farmers 5 years ago. My neighbors were farmers 5 years ago. ഷിനു ചോദിക്കാമോ? Where your neighbors are farmers 5 years ago. Were your neighbors ആർന്ന് പറയരുത്. Were your neighbors farmers 5 years ago. Okay. ഇനി ing സെന്റൻസ് ആണ്. Her sisters were working abroad last year.
her sisters were working abroad last year. പറയാമോ? ഹരിത പറയാമോ? അല്ലെങ്കിൽ ആരെങ്കിലും പറയോ? Her sisters were working abroad last year. Were her sisters working abroad last year? അപ്പൊ വേറെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോ അതുപോലെ ഒന്നാണ് വിൽ ബി പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? വിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മലയാളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആയിരിക്കും അല്ലെ? അപ്പൊ ഞാൻ പറയാം, എന്റെ മരുമകൾ ഭാവിയിൽ ഒരു എയർ ഹോസ്റ്റസ് ആയിരിക്കും, അല്ലെങ്കിൽ ആയി മാറും. ആയിരിക്കും എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്റെ അനന്തരവൾ ഭാവിയിൽ ഒരു എയർ ഹോസ്റ്റസ് ആയിരിക്കും. My nephew will be an air hostess in future. My niece, NIEC, niece അല്ലെ? നെഫ്യൂ മരുമകനാണ് niece. My niece will be an air hostess in the future. അല്ലെ? അത് നമുക്ക് ചോദ്യമാക്കി മാറ്റാം. Will your niece be an air hostess in the future? നിങ്ങളുടെ മരുമകൾ ഭാവിയിൽ എയർ ഹോസ്റ്റസ് ആയിരിക്കുമോ? ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് നമ്മളത് വിൽ ബി എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തായാലും അതിലുണ്ടാവാൻ വഴിയില്ല. തന്നിരിക്കുന്ന ഓക്സിലിയറി ഏതാണോ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറെ പ്രയോഗങ്ങൾ, അതിൽ ഏതാനും ചിലത് നിങ്ങളോട് ഞാൻ പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ട്. ഓൾ ദോ അല്ലെങ്കിൽ ദോ എന്റെ ഉപയോഗം പറഞ്ഞില്ലേ? എങ്കിലും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പറഞ്ഞോ? ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് നിങ്ങളോട് പറയണത്. ആൾദോ അഥവാ ദോ പറഞ്ഞിട്ടില്ല. എങ്കിലും, എന്നിരുന്നാലും. എന്നിരുന്നാലും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും എന്നുള്ളതിന് നെവർദലസ് എന്നാണ് പറയുന്നത്. നെവർദലസ്. നെവർദലസ്. NEVERLESS. അപ്പൊ ഈ ദോ അല്ലെങ്കിൽ ഓൾ ദോ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. ഇല്ല, നോക്കാം. നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. കുറച്ച് പ്രയോഗങ്ങളുണ്ട് അങ്ങനെ. നോക്കാം. അപ്പൊ നമ്മളെ ടെൻസുകളെ കുറിച്ച്, ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതുപോലെ സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ചില വാക്യങ്ങളെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം, അതിന് ചില പ്രയോഗങ്ങളുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, അവൻ ഒരു മനോരോഗിയെ പോലെയാണ് നടക്കുന്നത്. അവനൊരു മനോരോഗിയുടെ പോലെയാണ് നടക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ പറയുന്നതാണ്. അവൻ എന്നുള്ളതിന് ഹി ഈസ് ലൈക്ക് എ മെന്റൽ. നോക്കാം, ശ്രദ്ധിക്കാം. അവൻ അങ്ങനെ ആകുമ്പോ എന്നല്ല നമുക്ക് പറയേണ്ടത്.
അവൻ നടക്കുന്നത് ഒരു മനോരോഗിയെ പോലെയാണ്. അപ്പൊ നമ്മളത് പറയണത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് സ്വയം പറയാൻ പറ്റും. ഉണ്ടോ? അതെങ്ങനെ പറയും? ഹി വാക്സ്. ഹി വാക്സ്. അതുപോലെ എന്ന നമ്മൾ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുമ്പോൾ ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ എന്ന് ഉപയോഗിക്കണം. ഹി വാക്സ് ആസ് ദോ എന്ന അല്ലെങ്കിൽ ആസ് ഇഫ് എന്നോ ഉപയോഗിക്കാം. ഹി വാക്സ് ആസ് ഇഫ് ഹി ഈസ് അബ്നോർമൽ അല്ലെങ്കിൽ ഹി ഈസ് എ മാഡ് മാൻ. നോക്കിയോ വാക്യം? He walks as if he is a സ്പെല്ലിംഗ് എന്തായിരുന്നു? എന്തിന്റെ? ഈ വാക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. WALKS വാക്കെന്ന് കേട്ടിട്ടില്ല നിങ്ങള്? WALKS. ഇത് മനോരോഗിക്കുള്ള ഇംഗ്ലീഷ് വേർഡ് എന്താ പറഞ്ഞേ? അതിന് നമുക്ക് പല വേർഡ്സ് ഉപയോഗിക്കാം. അബ്നോർമൽ അല്ലെങ്കിൽ മാഡ് മാൻ. ഈ വാക്സ് എന്ന് കഴിഞ്ഞാൽ ഒരു ക്ലോസ് ആണ് അത്. അതിനുശേഷം ആസ് ദോ, പിന്നെ നിങ്ങളൊരു സബ്ജക്ട് ഉപയോഗിക്കണം. ഹി, അവൻ ഒരു മനോരോഗിയെ പോലെയാണ് നടക്കുന്നത്. നമ്മൾ എങ്ങനെ പറയും? ഹി വാക്സ് ആസ് ദോ ഹി ഈസ് അബ്നോർമൽ. ഉണ്ടോ? അപ്പൊ അവന് അസുഖമുള്ളതുപോലെ തോന്നുന്നു അല്ലെങ്കിൽ അസുഖമുള്ളതുപോലെ കാണപ്പെടുന്നു. നല്ല ഇംഗ്ലീഷിൽ പറയണത് എങ്ങനെയാണ്? He looks like a. ലൈക്ക് അല്ല, നമ്മൾ ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ ഉപയോഗിക്കാം. He He looks like ആസ് ദോ as though is sick. He's sick. He is sick. He looks as though he is sick. ഉണ്ടോ? അപ്പൊ ഞാൻ നിങ്ങളോടൊരു മലയാളത്തിൽ വാക്യം പറയും. ആസ് ദോ ഉപയോഗിച്ചിട്ട് നിങ്ങളത് ഇംഗ്ലീഷിൽ പറയണം കേട്ടോ. അവൻ ഒരു ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ ഭ്രാന്തുള്ളതുപോലെ സംസാരിക്കുന്നു. He talks As though as though he's mad. he is mad. He talks as though he is mad. As though in the construction മനസ്സിലായില്ലേ? ഞാൻ അടുത്തൊന്ന് പറയാം. അവൻ പ്രധാനമന്ത്രിയുടേതുപോലെ സംസാരിക്കുന്നു. He talks as though he's prime minister. As though he is the prime minister. He talks as though he is the prime minister. നോക്കാം. ഒരു ക്രിമിനലിനെ പോലെ ഞങ്ങൾ അവനെ വെറുക്കുന്നു. We hate him as though a criminal. As though കഴിഞ്ഞാൽ subject he is a criminal. He hates, we hate him as though he is a criminal. ഉണ്ടോ? അപ്പൊ നോക്കാം. ഒരു സഹോദരനെ പോലെ എന്റെ സുഹൃത്ത് എന്നെ സ്നേഹിച്ചു. ഒരു സഹോദരനെ പോലെ എന്റെ സുഹൃത്ത് എന്നെ സ്നേഹിച്ചു. My friend loves me as loud or louds ഉപയോഗിക്കാം. loves me as if he is my brother. As if he's my as he സഹോദരനെ പോലെ എന്നെ, as if I was or as if I am his brother. അല്ലേ?
അവൻ ഒരു വിദഗ്ധനെ പോലെ സംസാരിക്കുന്നു. അവൻ ഒരു വിദഗ്ധനെ പോലെ സംസാരിക്കുന്നു. വിദഗ്ധൻ എന്നുള്ളതിന് എക്സ്പേർട്ട്, EXPERT. He talks as if he is He talks as if he is an expert. He's an expert. അപ്പൊ നിങ്ങള് ആസ് ഇഫ് ഓർ ആസ് ദ ഉപയോഗിക്കുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ടെൻസ്, അതിനുശേഷം ആസ് ദോ, പിന്നെ വീണ്ടും ഒരു സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്, പിന്നെ ബാക്കിയുള്ള എന്താണോ. ഇതുപോലെ തന്നെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ആസ് ദോയിന് ശേഷവും പാസ്റ്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ എന്നർത്ഥമാണ് അതിന് കിട്ടുന്നത്. ഉണ്ടോ? അതുപോലെ, എന്നതുപോലെ. ആ വലിയ തടാകം സമുദ്രം പോലെ കാണപ്പെട്ടു, സമുദ്രത്തെ പോലെ കാണപ്പെട്ടു. നമ്മൾ എങ്ങനെ പറയും? the large lake. Lake. Looked as if as if it was or it were the sea. നല്ലൊരു പ്രയോഗമാണോ? ആസ് ഇഫ് ഓർ ആസ് ദോ. ഓക്കെ. നോക്കാം. ഇനി നമ്മൾ സാധാരണ ഈ സിൻസ് എന്ന വാക്ക് പ്രപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സിൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ആയതിനാൽ എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ അതിന്റെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള പേരുകളൊന്നും അറിയാണ്ട് തന്നെ മലയാളത്തിൽ വാക്യങ്ങൾ പറയും. അത് നമുക്ക് സിൻസ് ഉപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എനിക്ക് അസുഖമായതിനാൽ ഞാൻ നാളെ ക്ലാസ്സിൽ വരില്ല. എനിക്ക് അസുഖമായതിനാൽ ആദ്യം തന്നെ സിൻസ് എന്ന് എഴുതാം. പിന്നെ എനിക്ക് എന്നുള്ളതിന് മലയാളത്തിലെ എനിക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ ഐ എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സിൻസ് ഐ ആം സിക്ക്, I will not come to the class tomorrow. അല്ലേ? അപ്പോ അവൻ പാവപ്പെട്ടവനായതിനാൽ അവന് പഠനം തുടരാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ പറയും സിൻസ് ഉപയോഗിച്ചു? Since he is very poor, he cannot continue his studies. അല്ലേ? നമ്മൾ ധാരാളം പേരുള്ളതിനാൽ നമുക്ക് സെമിനാറിൽ പങ്കെടുക്കാൻ കഴിയില്ല. എങ്ങനെ പറയും? നമ്മൾ ധാരാളം പേരുള്ളതിനാൽ നമുക്ക് സെമിനാറിൽ പങ്കെടുക്കാൻ കഴിയില്ല. Since we have a lot of people. Since we are many എന്ന് പറഞ്ഞാൽ മതി. Since we are many, we cannot attend the seminar. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നോക്കിയെങ്കിൽ സിൻസ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഉപയോഗിക്കുക. പിന്നെ ആമീസ. അപ്പൊ അവൻ ദേഷ്യപ്പെട്ടിരുന്നത് കൊണ്ട് ഞാൻ അവനോട് സംസാരിച്ചില്ല. ആയതിനാൽ അതുകൊണ്ട്. Since he was angry,
I cannot. I did not talk to him. സംസാരിച്ചില്ല. Did not talk to him. Since he was angry, I did not talk to him. അച്ഛന് വളരെ സന്തോഷം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് ലഭിച്ചു. Since father was happy. Yeah. Since father was happy, എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് ലഭിച്ചു. നിങ്ങൾ എങ്ങനെ പറയും? I got a gift yesterday. അല്ലേ? അവര് സത്യസന്ധരായതുകൊണ്ട് അവൻ അവരെ ശിക്ഷിച്ചില്ല. അവർ സത്യസന്ധരായതുകൊണ്ട്. Since he was honest. Since He was. they subject plural and since they were honest. അവർ സത്യസന്ധരായിരുന്നു. അവർ സത്യസന്ധരായിരുന്നതുകൊണ്ട് he did not punish them. അവൻ അവരെ ശിക്ഷിച്ചില്ല. ഞാൻ ലേസി ആയിരുന്നത് കൊണ്ട് എനിക്ക് എന്റെ ചാൻസ് നഷ്ടപ്പെട്ടു. എങ്ങനെ പറയും? Since I am lazy. സിൻസ് ആയിരുന്നത് കൊണ്ട് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സിൻസ് ഐ വാസ് ലേസി. എന്റെ ചാൻസ് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ ചാൻസ്. അല്ലെ? എന്റെ മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിരുന്നത് കൊണ്ട് എനിക്ക് ഒരു സിനിമയ്ക്ക് പോലും പോകാൻ കഴിഞ്ഞിരുന്നില്ല. Since my parents were strict. Since my parents were strict, I could not able to go to cinema. അപ്പൊ സിൻസിന്റെ ഉപയോഗം അതാണ്. ഓക്കെ, അപ്പോ ഞാനൊരു കുറച്ച് നേരത്തെ നിർത്തുകയാണ്. കാരണം എനിക്ക് മറ്റൊരു ക്ലാസ് കൂടെ ഉണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും കാര്യം നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. തന്ന ടാസ്ക് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഓക്കെ? Okay, thank you, sir. Okay, then we will meet again. Thank you, sir. Yes, thank you.